ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 6. ഞാൻ ആരുമല്ല, നിങ്ങൾ ആരാണ്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 8-9 വാക്യങ്ങൾ. ഞാൻ ആരുമല്ല, നിങ്ങൾ ആരാണ് എന്ന് തുടങ്ങുന്ന ഒരു കവിതയിൽ അജ്ഞാതത്വത്തിൻ്റെ സന്തോഷകരമായ സ്വാതന്ത്ര്യത്തിനായി വാദിച്ചുകൊണ്ട് ആരെങ്കിലും ആകാൻ ആളുകൾ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും എമിലി ഡിക്കിൻസൺ തമാശയായി വെല്ലുവിളിക്കുന്നു. എത്ര വിരസമാണ് ആരോ ഒരാൾ ആകുന്നത്, ഒരുവൻ്റെ പേർ പറയുന്നത്, നീണ്ടു നിൽക്കുന്ന ജൂണിൽ ബഹുമാനിതമായ ചെളിക്കുണ്ടിൽ ഒരു തവളയെപ്പോലെ പരസ്യമാകുന്നത്. ചില കാര്യങ്ങളിൽ ആരെങ്കിലും ആകേണ്ടതിൻ്റെ ആവശ്യകത ഉപേക്ഷിക്കുന്നതിൽ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ സാക്ഷ്യത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പൗലോസിന് ശ്രദ്ധേയമായ മതപരമായ യോഗ്യതകളുടെ ഒരു നീണ്ട പട്ടിക ജഡത്തിൽ ആശ്രയിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയത് എല്ലാം മാറ്റിമറിച്ചു. ക്രിസ്തുവിൻ്റെ ത്യാഗപരമായ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ മതപരമായ നേട്ടങ്ങൾ എത്ര പൊള്ളയാണെന്ന് കണ്ടപ്പോൾ പൗലോസ് ഏറ്റുപറഞ്ഞു, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. അവശേഷിച്ച ഏക അഭിലാഷം യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് യേശുവിനെയും യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയുക എന്നത് മാത്രമായിരുന്നു. ആരെങ്കിലും ആകാൻ സ്വയം ശ്രമിക്കുന്നത് വിരസതയുളവാക്കുന്നതാണ്. എന്നാൽ യേശുവിനെ അറിയുക, യേശുവിൻ്റെ സ്വയത്യാഗ സ്നേഹത്തിലും ജീവിതത്തിലും നമ്മെ തന്നെ നഷ്ടപ്പെടുത്തുക, നമ്മെ തന്നെ വീണ്ടും കണ്ടെത്തുക, അങ്ങനെ ഒടുവിൽ സ്വാതന്ത്ര്യവും സമ്പൂർണതയും നേടുക. ദൈവത്തിന് മഹത്വം.